ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് എന്റെ പൊന്നെ മുറ്റത്ത് പാട്ട് പാടിയെന്ന് വെല്ലും അന്നേരം പറഞ്ഞു, മോനെ പാട്ട് പാടില്ല, നിന്റെ പാട്ട് കേട്ടിട്ട് ഇപ്പൊ പെയ് കയറ് പൊട്ടിക്കും. പണ്ടേ കേൾക്കുന്നയാന്നിങ്ങനെ അത് ശരിയാണോ നോക്കാൻ വേണ്ടിട്ട് ഞാൻ നമ്മളെ പേരെടുത്ത് പോയി എന്റെ പാട്ട് കേട്ടിട്ട് നമ്മളെ പെയ്യൊന്നും കയറൊന്നും പൊട്ടിച്ചിട്ടില്ല. ഇനി എന്റെ പെയ്യായോണ്ടാ കയറ് പൊട്ടിക്കാതെന്ന് വിചാരിച്ച് ഞാൻ നമ്മളെ അയൽവാസിയായ മൈമുത്താന്റെ പേരെടുക്ക പോയി പാട്ട് പാടി. പെയ്യും എന്റെ പാട്ട് കേട്ടിട്ട് കയറൊന്നും പൊട്ടിക്കാണ്ട് ഇറങ്ങാണ്ട് മൈമുത്ത അന്നേരം പറഞ്ഞു, നിന്റെ പാട്ട് കേട്ടിട്ട് ഈ പെയ്ക്കല്ല ശീലായിട അതുകൊണ്ട് പൊട്ടിക്കാത്ത. അതും കേട്ട് ഞാൻ നേരെ പുറക്കേക്ക് വന്ന് ഡ്രസ്സും മാറ്റി 10:45 ബസ്സിന് മയിലേക്ക് സൊസൈറ്റി പോയി നാട്ടിലെ പേരെ കണക്കും എടുത്ത് ഞാൻ നാട്ടിലേക്ക് വന്ന് 10 സ്ഥലത്ത് പെയ്ക്കളുണ്ട്. അസ്മിത്താരടുത്ത്, നബിസ്താരടുത്ത്, റഹ്മത്താരടുത്ത്, പാത്തിൻതാരടുത്ത്, സൂപ്പിക്കാരടുത്ത്, കദിസ്താരടുത്ത്, സീൻതാരടുത്ത് അവിടെയെല്ലാം പോയി ഞാൻ പാട്ട് പാടി നോക്കി. ഒരു പെയ്യും പാട്ട് കേട്ടിട്ട് കയറ് പൊട്ടിച്ചിട്ടില്ല. ഇനി എന്റെ നാട്ടിലെ പെയ്ക്കെല്ലാം ഒരേപോലെ ചെവിയാക്കാറ്റാന്ന് വിചാരിച്ച് ഞാൻ മൃഗാശുപത്രി പോയിട്ട് ഡോക്ടറോടും ചോദിച്ചു, എല്ലാ ഡോക്ടറെ പാട്ട് കേട്ടാ പെയ് കയറ് പൊട്ടിക്കോ? ഡോക്ടറും പറഞ്ഞില്ല. അപ്പൊ ഇനി എല്ലാരും നല്ലേക്ക് പാട്ട് പാടിക്കോട്ടാ, നിങ്ങളെ പാട്ട് കേട്ടിട്ട് ഒരു പെയ്യും കയറ് പൊട്ടിക്കോ.